Kavita Gold and Diamonds. Choose your special. 20 ദിവസം കൊണ്ട് ഹജ്ജ് കർമ്മങ്ങൾ പൂർത്തിയാക്കി മടങ്ങാനുള്ള ഹ്രസ്വ പാക്കേജ് പ്രഖ്യാപിച്ച് കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി. 20 ദിവസം കൊണ്ട് ഹജ്ജ് കർമ്മങ്ങൾ പൂർത്തിയാക്കി മടങ്ങാനുള്ള ഹ്രസ്വ പാക്കേജ് കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി പ്രഖ്യാപിച്ചു. ഭക്ഷണത്തിനുള്ള സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാനും കേന്ദ്ര ഹജ്ജ് കമ്മിറ്റിയിൽ ആലോചനയുണ്ട്. 2026 ഹജ്ജിനുള്ള ഒരുക്കങ്ങൾ സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി ആരംഭിച്ചു. കൊച്ചി അടക്കം രാജ്യത്തെ 7 പുറപ്പെടൽ കേന്ദ്രങ്ങളിൽ നിന്ന് യാത്ര ചെയ്യുന്നവർക്ക് ആവശ്യമെങ്കിൽ ഇത് തെരഞ്ഞെടുക്കാം. പുതിയ ഹജ്ജ് നിയമം അനുസരിച്ച് കേരളത്തിൽ കൊച്ചിയിൽ നിന്ന് മാത്രമാണ് ഹ്രസ്വ ഹജ്ജ് പാക്കേജിന് അവസരമുള്ളത്. ആദ്യമായി നടപ്പാക്കുന്ന സംവിധാനം രാജ്യത്താകെ 10,000 പേർക്കാണ് ലഭ്യമാക്കുക. ഓൺലൈൻ അപേക്ഷ നൽകുമ്പോൾ തന്നെ ഹ്രസ്വ പാക്കേജ് വേണ്ടവർ അത് തിരഞ്ഞെടുക്കണം. ഓൺലൈൻ നറുക്കെടുപ്പിലൂടെയാണ് ഹ്രസ്വ പാക്കേജിനും ആളുകളെ തിരഞ്ഞെടുക്കുന്നത്. അപേക്ഷകരുടെ എണ്ണം 10,000-ൽ കവിഞ്ഞാൽ മറ്റൊരു നറുക്കെടുപ്പ് കൂടി നടത്തും. കൊച്ചിക്ക് പുറമെ ഡൽഹി, മുംബൈ, ബാംഗ്ലൂരു, ചെന്നൈ, ഹൈദരാബാദ്, അഹമ്മദാബാദ് എന്നിവിടങ്ങളിൽ നിന്നാണ് ഷോർട്ട് ഹജ്ജ് പാക്കേജ് ഉണ്ടാവുക. പ്രായമായവർക്കും അവധി കുറവുള്ള പ്രൊഫഷണലുകൾക്കും ഇത് ഗുണകരമാവും. നിലവിൽ ഹജ്ജ് യാത്രക്കാർക്ക് ഏകദേശം 40 ദിവസം ആവശ്യമാണ്. ഇതിൽ മക്കയിലെ പ്രധാന കർമ്മങ്ങൾ ഒഴിവാക്കാനാകില്ല. ബാക്കി ദിവസങ്ങൾ കുറച്ചുള്ള മിനി പാക്കേജാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ജൂലൈ 7-ാം തീയതി ഹജ്ജ് 2026 ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ജൂലൈ 31-ാം തീയതി വരെ ഓൺലൈനായി ഹജ്ജിനുള്ള അപേക്ഷകൾ സ്വീകരിക്കുന്നതായിരിക്കും. ഈ തവണ നമ്മുടെ കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി ഷോർട്ട് ഹജ്ജ് എന്ന രീതിയിൽ ഒരു പ്രത്യേക പാക്കേജ് മുന്നോട്ട് വച്ചിട്ടുണ്ട്. 20-22 ദിവസം വരെ നീണ്ടു നിൽക്കുന്ന ഹജ്ജ് ആ രീതിയിൽ അഥവാ പ്രവാസികളായ ലീവ് കുറഞ്ഞ ആളുകൾക്ക്, അതുപോലെ തന്നെ അടിയന്തിരമായി നാട്ടിലെത്തേണ്ടവർക്ക്, കൂടുതൽ ദിവസം ഇതിനുവേണ്ടി ചെലവഴിക്കാനില്ലാത്തവർക്കൊക്കെ വളരെ സൗകര്യപ്പെടുന്ന രീതിയിലാണ് ഗവൺമെൻറ് പരീക്ഷണാടിസ്ഥാനത്തിൽ ഇന്ത്യ രാജ്യത്തെ 7 എംബാർക്കേഷൻ പോയിൻറ്റുകളിൽ, അതിൽ നെടുമ്പാശ്ശേരി അടക്കം 7 എംബാർക്കേഷൻ പോയിൻറ്റുകളിൽ നിന്ന് ഷോർട്ട് ഹജ്ജ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതേസമയം കുറഞ്ഞ ദിവസങ്ങളാണെങ്കിലും നിരക്ക് കുറയാനുള്ള സാധ്യത കുറവാണ്. 1 മാസത്തെ അവധിക്കായി എത്തുന്ന പ്രവാസികൾക്കും കുറഞ്ഞ ദിവസം മാത്രം അവധി ലഭിക്കുന്നവർക്കും ഇത് ഏറെ ഗുണകരമാകുമെന്നാണ് കരുതുന്നത്. ഭക്ഷണത്തിനുള്ള സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാനും കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി ആലോചിക്കുന്നുണ്ട്. സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി ഒരുക്കങ്ങളും ആരംഭിച്ചു.